ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്ത്. പ്രസിഡന്റ് ബിജു പാലാട്ടി നേതൃത്വം നൽകുന്ന മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ്. മൂക്കന്നൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇനി മുതൽ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയിരിക്കുകയാണ്. വികസനത്തിൽ ഏതൊരു പഞ്ചായത്തിനും മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളാണ് ഈ ഭരണസമിതിയുടെ കാലത്ത് മൂക്കന്നൂരിൽ ഉണ്ടായിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ജയ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു പാലാട്ടി നിർവഹിച്ചു. കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി മാറുന്നതോടുകൂടി ഗ്രാമവാസികൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡോക്ടറുടെയും നഴ്സുമാരുടെയും ഫാർമസിസ്റ്റിന്റെയും സേവനം ലഭ്യമാക്കുന്നതാണെന്ന് പ്രസിഡന്റ് ബിജു പാലാട്ടി ഇൻസൈഡ് റിപ്പോർട്ടിനോട് പറഞ്ഞു. മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസന ഫണ്ട് 20 ലക്ഷം രൂപയും NHM ഫണ്ട് 15 ലക്ഷം രൂപയും ഉൾപ്പെടെ 35 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത്. ചെയർമാൻമാരായ കുര്യച്ചൻ NO, ജസ്റ്റി ദേവസിക്കുട്ടി, ഗ്രേസി ചാക്കോ, മെമ്പർമാരായ സിജി ജിജു, KS മൈക്കിൾ, PV മോഹനൻ, സിനി മാത്തച്ചൻ, ലൈജോ ആൻഡു, ജോഫിന ഷാൻഡോ, CA രാഘവൻ, പോൾ P ജോസഫ്, സെക്രട്ടറി സുനിൽ കുമാർ KU, ഡോക്ടർ ലാവണ്യ, സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് KP ബേബി, ഹെൽത്ത് സൂപ്പർവൈസർ സാബു MV, ഹെൽത്ത് ഇൻസ്പെക്ടർ സുധീഷ് കുമാർ CA എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ സാധാരണയിൽ കവിഞ്ഞൊരു വികാരമാണ് എനിക്കുണ്ടാകുന്നത്. സാധാരണ ഈ ആശുപത്രിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് അത്രയുമേ തോന്നിയിട്ടില്ല. ഇന്ന് ഇവിടെ ഇരുന്നപ്പോൾ
ഞാൻ വേറെ ഏതൊരു ലോകത്തിലിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാനത് പറയാൻ കാരണം 10-18 വർഷം മുമ്പ് ഈ സ്ഥലം വാങ്ങാൻ ഭരണസമിതി പലവട്ടം തീരുമാനിക്കുകയും ഏകാന്തമായി എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അന്ന് ഇതിൻ്റെ വളർച്ച ഇത്രമാത്രമാകുമെന്ന് സ്വപ്നത്തിൽ പോലും കണ്ടില്ല എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ ഇന്ന് പടിഞ്ഞാറ് വശത്തോ കിഴക്ക് വശത്തോ ഈ സ്ഥലത്തിൻ്റെ ഈ രണ്ട് വശങ്ങളിൽ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് വല്ലാത്ത അനുഭൂതി ഉണ്ടാകുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 2015 എനിക്ക് തോന്നുന്നത്, 2015 അതിന് തൊട്ടടുത്തോ 15 2005 ഈ സ്ഥലം സർവീസ് സഹകരണ ബാങ്ക് പഞ്ചായത്തിന് വേണ്ടി വിട്ടുകൊടുത്തത് ഈ ആശുപത്രി ഇരിക്കുന്ന 18 സെന്റ്. ഞാൻ ഈ സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ വാല്യുവേഷൻ ഒക്കില്ല. പഞ്ചായത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തരുന്ന വാല്യുവേഷനും ഈ സ്വത്തുടമയ്ക്ക് കൊടുക്കേണ്ട ഭൂമിയുടെ വിലയും തമ്മിൽ കാര്യമായ അന്തരമുണ്ട്. അപ്പൊ അന്ന് തഹസീൽദാരായിരിക്കുന്നത് ഒരു സ്ത്രീയായിരുന്നു. ഞാൻ മാഡത്തോട് എന്ന് പറഞ്ഞു, മാഡം ഇത് ഒന്ന് കണ്ട് ഞങ്ങൾക്ക് ആ വാല്യുവേഷൻ ഒന്ന് ക്രമപ്പെടുത്തി തരണം. അങ്ങനെ അത് കാണാൻ അവരോട് വന്നു. ഞാൻ അറിഞ്ഞില്ല വന്ന കാര്യം. അപ്പൊ നമുക്ക് ഏറെ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് ഒരു സുഹൃത്ത് മാഡത്തോട് ഒറ്റയ്ക്ക് പറഞ്ഞു, അത് കല്ലേട്ടാമടിയായി കിടക്കുന്ന സ്ഥലമല്ലേ, ഈ വിലയും കൂടുതലൊക്കെ അതിന് കിട്ടുമോ, കൊടുക്കാമോ? അപ്പൊ സുഹൃത്തിൻ്റെ സത്സംഭാഷണം എന്താന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുകയാണ്. അപ്പൊ അത്തരത്തിലൊക്കെ രഹസ്യമായും പരസ്യമായും ചെയ്യാവുന്നിടത്തൊക്കെ എല്ലാ കാര്യങ്ങളും ദോഷകരമായി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുള്ളത് പ്രവർത്തനത്തിന് കുറച്ചും കൂടി പ്രചോദനം നൽകാനേ അത് ഉപകരിക്കൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സ്ഥലം. അപ്പം ഞാനത് അങ്ങനെ പറയാൻ കാരണം, എന്നിട്ട് പോലും ഇതിനകത്ത് അഴിമതി ആരോപിച്ചു. ഈ സ്ഥലം വാങ്ങുന്നതിൽ അഴിമതിയാണ്, കല്ലേട്ടാൻ പടയാണ്, കൊള്ളാവുന്ന സ്ഥലമല്ല. അപ്പം ഞാൻ ഇത് സാന്ദർഭികമായി സംസാരിച്ചു പോയതാണ്. ഇന്ന് അത് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ ശ്രീ ബിജുവിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെ ഈ പരിപാടികളൊക്കെ ആരംഭിച്ചത്. 40 ലക്ഷം രൂപയാണ് ഇപ്പോൾ ചെലവിട്ടത് എന്നാണ് ബിജു പറഞ്ഞത്. 25 ലക്ഷം രൂപ പഞ്ചായത്തും 15 ലക്ഷം രൂപ NHM, അങ്ങനെ 40 ലക്ഷം രൂപ. എത്ര കോടികൾ ഇനിയും ഇതിൻ്റെ ഉള്ളിൽ ചെലവിടാൻ പോകുന്നു. അപ്പോൾ ഇപ്പുറത്ത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ വളരെ വിശാലമായ, വളരെ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വികസനവുമായി ഒരു രംഗം. അതിനപ്പുറത്ത് കിഴക്ക് വശത്ത് 3 ആശുപത്രികളാണ് ഇപ്പോൾ വാടകയ്ക്കായി പ്രവർത്തിക്കുന്നത്. അവിടെയും പല പ്രവർത്തനങ്ങളും നടത്താനുള്ള ആരംഭങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ട്. നേരത്തെ ശ്രീ ബിജു പറഞ്ഞതുപോലെ പകൽ വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നടത്താൻ നമുക്ക് പറ്റുന്ന സാഹചര്യം ഒരു ഡെവലപ്മെൻറ്റ് ഏരിയ എന്ന നിലയിൽ മാറ്റിയെടുക്കാൻ ഉതകുന്ന തരത്തിൽ ഇതിൻ്റെ വളർച്ച കുറച്ചും കൂടി ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടും, ഒരു കർഷകൻ ഒരു മാവ് പ്ലാവൊക്കെ നട്ടാൽ ആ നേരത്ത് പിള്ളേർക്കും അതിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ അതിൻ്റെ വലിപ്പം മനസ്സിലാകില്ല. കൊല്ലങ്ങൾ കഴിഞ്ഞത് കായ്ക്കുമ്പോഴാണ് കൊള്ളാലോ എന്ന് തോന്നുന്നത്. വൈസ് പ്രസിഡന്റ് ജയരാധാകൃഷ്ണൻ, പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ട് ജസ്റ്റ് മേഡം, പിന്നെ ഇൻഡസ്ട്രി ടീച്ചർ, മെമ്പർമാർ, എക്സസ്, ഇവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ, ആശാപ്രവർത്തകർ, അംഗൻവാടി ടീച്ചർമാർ, പിന്നെ അവിടുത്തെ നമ്മുടെ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും എല്ലാവർക്കും ഇവിടെ വന്ന് നമ്മുടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഇതിൻ്റെ ഇനാഗുറേഷൻ വന്നതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ
നമ്മുടെ ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററിനെ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റാനായിട്ട് വേണ്ടി ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന് ഇതിനെല്ലാം മുന്നിട്ട് നിന്ന് എല്ലാം ചെയ്തു തന്ന നമ്മുടെ പ്രസിഡന്റിന് പിന്നെ ഇത്ര സൗകര്യങ്ങൾ ഒരുക്കി തന്നപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നല്ലൊരു സേവനം നമുക്കിനി ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ പ്രസിഡന്റിനും ബാക്കി പഞ്ചായത്തിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നല്ലവരായ നാട്ടുകാരെ, ആശാപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർന്നു വന്നു വരുമ്പോൾ ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളെ കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്കൊന്ന് വളരെ നല്ല കാര്യങ്ങളാണ് ഞാൻ ഈ സ്ഥാപനത്തെ കുറിച്ച് കേട്ടത്. അതിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് വന്നൊരു ഉദ്യോഗസ്ഥന് വളരെ സന്തോഷമുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. നമുക്ക് അറിയാം, ഒരു രോഗം വരുമ്പോഴും നമുക്ക് വരാതിരിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഫീൽഡിൽ വേണം. വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ അവർക്ക് ആ രോഗം മാറണം. അതിനുള്ളൊരു സംവിധാനം എന്തായാലും നമ്മളുടെ മൂക്കന്നൂര് വളരെ ശക്തമായിട്ട് രീതിയിൽ തന്നെ നടക്കുന്നതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളേറെ സന്തോഷത്തിലാണ്. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തപ്പെടുന്നതിൻ്റെ സന്തോഷ ദിനമാണ്. ഇതിന് 2020 ആദ്യമായി നമ്മുടെ സർക്കാരിൻ്റെ 100 ദിന പരിപാടികളിൽ ഉൾപ്പെട്ട് ഈ പദ്ധതി ഇവിടെ അനുവദിക്കപ്പെട്ടത്. അതിനുശേഷമുള്ള പല പ്രവർത്തനങ്ങളിലൂടെ എല്ലാം നമ്മുടെ പ്രസിഡന്റ് വളരെ മനോഹരമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാകുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. ഉച്ചവരെ സമയം മാത്രം 12 മണിയാകുമ്പോൾ ഡോക്ടറുടെ സേവനം നിന്നു പോകുന്നു. അതിനുശേഷം വരുന്ന ഒരു രോഗിക്ക് ഡോക്ടറെ കാണാനായിട്ട് സാധ്യമാകാതെ സ്വകാര്യ ആശുപത്രികളെ ഒക്കെ സമീപിക്കുമ്പോൾ ഏറെ പണച്ചെലവും കൂടുതൽ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളതാണ്. ഇവിടെ നിന്ന് പോകേണ്ടതായി വരും. അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഈ പഞ്ചായത്തിൽ നമ്മുടെ ഇവിടെ ഫാമിലി ഹെൽത്ത് സെൻ്റർ വന്നതോടുകൂടി സമയത്തിൻ്റെ പൂർണ്ണതയിൽ കിടപ്പ് രോഗികൾ ബെഡൊക്കെ നമുക്ക് വരും. ഡോക്ടേഴ്സൊക്കെ പുതിയ അപ്പോയിൻമെന്റ് നടക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്കത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. വേദിയിലുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ, ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ, എനിക്ക് മുമ്പിലിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ വ്യക്തികളും, നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കൃത്യത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കപ്പെടുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖല 3 തട്ടുകളിലായി ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ സർക്കാർ ഇതിനെ വികസിപ്പിക്കുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി വികസിപ്പിച്ചാൽ നമുക്ക് ഇന്ന് ലഭ്യമാകുന്ന സൗകര്യങ്ങളെക്കാൾ കൂടുതലായി കിട്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് വൈസ് പ്രസിഡന്റും എല്ലാം ഇവിടെ പറഞ്ഞത്. നമുക്ക് വൈകുന്നേരം വരെ ചികിത്സ ലഭ്യമാകുന്ന OP സംവിധാനം ലഭിക്കുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇതിന്റെ സൗകര്യങ്ങൾ വിപുലപ്പെടുന്നതനുസരിച്ച് ഇവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ നിരവധിയായി നമുക്ക് സൗകര്യപ്രദമായി മുഴുവൻ ജനവിഭാഗത്തിനും, സാധാരണക്കാരന് മാത്രമല്ല മുഴുവൻ ജനവിഭാഗങ്ങൾക്കും സൗകര്യപ്രദമായ ഒരു കേന്ദ്രമായി നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം മാറാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷ ശ്രീമതി കെ രാധാകൃഷ്ണൻ, വേദിയിൽ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സ്മരണീയമായ ഒരു മുഹൂർത്തത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരു കാലത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ് ഒരു സ്ട്രക്ചറിലായിരുന്നു നമ്മുടെ ആരോഗ്യ സംവിധാനം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം, എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും കേരളത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് മാറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു കുടുംബത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ടുപെടുന്ന ആളുകൾക്ക് സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സ, ഒരു കുട്ടികൾക്കുള്ള കുത്തിവയ്പ്പത്തിനുള്ള ചികിത്സകൾ, കൗമാരക്കാരായിട്ടുള്ള കുട്ടികളുണ്ട് അവർക്കുള്ള അബോർഷൻ ക്ലിനിക്കുകൾ, മറ്റ് യുവാക്കൾ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുള്ള അവർക്കുള്ള ഫാമിലി പ്ലാനിങ് അത്തരം ആക്ടിവിറ്റീസ്, പ്രായമുള്ള ആളുകൾ അവർക്കുള്ള ജെറിയാട്രിക് ക്ലിനിക്കുകൾ, അങ്ങനെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സമഗ്രമായിട്ടുള്ള ചികിത്സ കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സർക്കാർ വിഭാവന ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് കുടുംബാരോഗ്യ കേന്ദ്രം. സഹായത്തോടെ നിങ്ങളുടെ കണ്ണുകളും ഇനി പരിശോധിക്കാം. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ് ഇനി മൂക്കന്നൂരിലും. മൂക്കന്നൂരിലെ ആദ്യത്തെ AI അധിഷ്ഠിത നേത്ര പരിശോധനാ സെന്റർ. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, 3 പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യം. ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി ഷോറൂമുകൾ. ബ്രാൻഡുകൾ ലഭ്യമാണ്. 50% വരെ കിഴിവ്. 1 വാങ്ങുമ്പോൾ 1 ഫ്രീ. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ്, നിയർ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഫോൺ നമ്പർ 0484 2001 655 996199 8377. കേരളത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കടവന്ത്ര, അങ്കമാലി, ചാലക്കുടി. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.